അല്ല, ഉടമ്പടി വെച്ചിട്ടുണ്ടല്ലോ, കൗൺസിലിംഗ് ചെല്ലുമ്പോൾ ചോദിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞാൽ പ്രശ്നമാണ്. മറിച്ച് അതൊന്നും അല്ല വിഷയം. നീ ചിന്തിക്കണത് എന്താണ്? ഞാൻ എൻ്റെ കർത്താവിനെ സ്നേഹിക്കുന്നു. അപ്പോൾ 14:21 യോഹന്നാൻ്റെ സുവിശേഷം, എൻ്റെ ജീവിതത്തിൽ കർത്താവ് വചനം മാംസമാക്കും. 1:14 യോഹന്നാൻ അനുസരിച്ച് കൊണ്ട് എല്ലാ വചനങ്ങളും മാംസമാകാനോ എല്ലാ വചനങ്ങളും മാംസമാക്കാനോ ഉള്ളതാണ്. കൈ അടിച്ച് കർത്താവ് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ആമേൻ. പരിശുദ്ധാത്മാവേ, 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 വരിക വരിക ഞങ്ങളിൽ നീ, പരിശുദ്ധാത്മാവേ, വരിക 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 ഞങ്ങളിൽ നീ, പരിശുദ്ധാത്മാവേ. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ ദൈവത്തെ നമുക്ക് വെളിപ്പെടുത്തി തരും. അത് ക്യാഷ് ആൻഡ് കൈൻഡാണ്. ചിലപ്പോഴേ ശക്തിയായിട്ട് വെളിപ്പെടുത്തും, അത് കൃപയായി മാറും. ചിലപ്പോൾ ആനുകൂല്യമായിട്ട് വെളിപ്പെടുത്തും, അത് സൗഖ്യമായോ അനുഗ്രഹമായോ മാറും. എല്ലാം വെളിപാടാണ്. ദൈവജനെ ഇപ്പോൾ മനസ്സിലായില്ലേ? ഓൾ ഫേവേഴ്സ് ആർ റെവലേഷൻസ്. ഈ വചനത്തിലൂടെ കർത്താവ് എന്താ വെളിപ്പെടുത്തിയത്? യോഹന്നാൻ 14:21 അനുസരിച്ച് കൊണ്ട് എന്നെ സ്നേഹിക്കുന്നവന്, എൻ്റെ കൽപ്പന പാലിക്കുന്നവന്, എന്നെ സ്നേഹിക്കുന്നവന് എൻ്റെ കൽപ്പന പാലിക്കും. അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ വന്ന് അവന് വസിക്കും, എന്നെ തന്നെ അവന് വെളിപ്പെടുത്തും. എന്താ പറയണത്? ദൈവത്തെ ഇപ്പോൾ കാരുണ്യ പ്രവർത്തി ചെയ്ത് ദൈവത്തെ സ്നേഹിക്കുമ്പോൾ, പ്രേക്ഷിത പ്രവർത്തി ചെയ്ത് ദൈവത്തെ സ്നേഹിക്കുമ്പോൾ ദൈവം തന്നെ നമുക്ക് വെളിപ്പെടുത്തി തരും. പറഞ്ഞ മനസ്സിലായില്ലേ? ദൈവം തന്നെ ദൈവത്തിൻ്റെ എത്രയോ ആയിരക്കണക്കിന് വെളിപാടുകളുണ്ട്. ഇപ്പോൾ 16 വർഷമായിട്ട് മക്കളില്ലാത്തവർക്ക് ദൈവം വെളിപ്പെടുത്തിയത് എന്താണ്? ഈ കല്ലിൽ നിന്ന് എബ്രാഹാം സന്തതികൾ ജനിപ്പിക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് വെളിപ്പെടുത്തിയത്. മത്തായിയുടെ സുവിശേഷത്തിലെ 3:9 16 കൊല്ലമായിട്ട് മക്കളില്ലാത്തവർക്ക് ദൈവം യോഹന്നാൻ 14:21 അനുസരിച്ച് കൊണ്ട് എങ്ങനെയാണ് വെളിപ്പെടുത്തിയത്? കുഞ്ഞിനെ കൊണ്ടുവന്ന് എങ്ങനെയാണ് സാക്ഷ്യം പറഞ്ഞത്? ഈ കല്ലിൽ നിന്ന് മൊബിലൈസേഷൻ ഇല്ലെങ്കിൽ, മൂവ്മെൻറ്റ്സ് ഇല്ലെങ്കിൽ, അണ്ടം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ, ബീജത്തിന് ഓട്ടമില്ലെങ്കിൽ ഈ കല്ലിൽ നിന്ന് മത്തായി 3:9 അനുസരിച്ച് കൊണ്ട് എബ്രാഹാം സന്തതി ജനിപ്പിക്കാൻ ദൈവത്തിന് കഴിയുമെന്ന്. ദൈവത്തിൻ്റെ വെളിപാടുകൾ ദൈവത്തിൻ്റെ എബിലിറ്റിയാണ്. ദൈവത്തിൻ്റെ വെളിപാടുകൾ ദൈവത്തിൻ്റെ കഴിവാണ്. വെളിപ്പെടുത്തുന്നത് എന്തുണ്ടെങ്കിൽ ആ കഴിവ് നിന്റെ കടം മാറ്റാൻ പ്രയോജനപ്പെടും. കഴിവാണ് വെളിപ്പെടുത്തുന്നുണ്ടെങ്കിൽ ആ കഴിവ് നിനക്ക് സൗഖ്യം ഉണ്ടാക്കാൻ വെളിപ്പെടുത്തപ്പെടും. കൈ അടിച്ചു കർത്താൻ ജീവിത പ്രതിസന്ധികൾ സമർപ്പിക്കട്ടെ, ദുരിതങ്ങൾ സമർപ്പിക്കട്ടെ, ആവശ്യങ്ങൾ സമർപ്പിക്കട്ടെ. കർത്താവേ, കല്ലിൽ നിന്ന് പോലും ദൈവമേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. ആരവത്തോടെ പ്രാർത്ഥിക്കട്ടെ. ദൈവത്തിന്റെ വലിയ ശക്തി ആവശ്യിക്കുക. എന്നെ ശ്രമിക്കുന്ന ദൈവജനമേ സന്തോഷിക്കുക. കർത്താവിനെ സന്ദർശിക്കുന്നു, കർത്താവിന്റെ ദിനത്തെ സന്ദർശിക്കുന്നു. വചനത്തിലൂടെ അവന്റെ കഴിവ് അവൻ വെളിപ്പെടുത്തിയിരിക്കുന്നു. കൃപയിൽ ഞാൻ ആശ്രയിച്ചു, കരങ്ങളടിച്ചുകൊണ്ട് അവൻ വഴികളെ ഞാൻ അറിഞ്ഞു. അനുഗമിച്ചിടും അവനുടെ ചുവടുകൾ, അനുഗമിച്ചിടും അവനുടെ ചുവടുകൾ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു, അവൻ
വഴികളെ ഞാൻ അറിഞ്ഞു. അനുഗമിച്ചിടും അവനുടെ ചുവടുകൾ, അനുഗമിച്ചിടും അവനുടെ. എത്ര നല്ലവൻ മതിയായവൻ, എന്നെ കരുതുന്ന കർത്തനവൻ. എത്ര നല്ലവൻ മതിയായവൻ, എന്നെ കരുതുന്ന കർത്തനവൻ. എന്റെ ആവശ്യങ്ങൾ എല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായം താൻ. ഹല്ലേലൂയ. എന്റെ ആവശ്യങ്ങൾ എല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായം. കൈകൾ ഉയർത്തിയടിച്ച് ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു. എല്ലാവരും അവൻ വഴികളെ ഞാൻ അറിഞ്ഞു. അനുഗമിച്ചിടും അവനുടെ ചുവടുകൾ, അനുഗമിച്ചിടും അവനുടെ ചുവടുകൾ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. ദൈവത്തിലെ പരിശുദ്ധാത്മാവ് എന്താ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? വാട്ട് മേ ബി യുവർ കണ്ടീഷൻ, നിന്റെ അവസ്ഥ എന്ത് തന്നെയായാലും നീ ദൈവത്തോടുള്ള സ്നേഹനിലവാരം വർദ്ധിപ്പിക്കാൻ പറഞ്ഞിരിക്കണം അല്ലേ? നീ തീരുമാനമെടുക്കണം. ദൈവത്തോടുള്ള സ്നേഹനിലവാരം വർദ്ധിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ വചനങ്ങൾ ജീവിതത്തെ പാലിച്ചുകൊണ്ടാണ്. നീ തീരുമാനിക്കുക, കർത്താവായ ദൈവമേ, നിന്റെ വചനങ്ങള് ജീവിതത്തെ പാലിച്ചുകൊണ്ട്, നിന്റെ വചനത്തിന്റെ സാക്ഷിയായിക്കൊണ്ട്, നിന്റെ സ്നേഹത്തെ ആഘോഷിക്കാൻ, നിന്നെ സ്നേഹിച്ചുകൊണ്ട് മഹത്വപ്പെടുത്തുവാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. സ്തുതിയുടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ശ്രമിക്കുന്ന സമീപസ്ഥര്, ദൂരസ്ഥര്, ദയവായി ഈ പ്രോഗ്രാം കാണുന്നവര്, ഇവിടെ പ്രാർത്ഥിക്കുന്നവര്, കർത്താവിന്റെ യേശുവിന്റെ യേശുവെ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. ചേർന്ന് പാടാം. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ ചേർത്ത് പാടട്ടെ, സന്തോഷത്തോടെ, സ്നേഹത്തോടെ, കളിപ്പിച്ചുകൊണ്ട്. ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. മക്കളെ, ഒരു സന്തോഷ വാർത്ത. സുവിശേഷത്തിൻ്റെ പേര് തന്നെ സന്തോഷ വാർത്ത എന്നാണ്. ഗുഡ് ന്യൂസ് അല്ലേ? ബൈബിൾ തുടങ്ങണേ എങ്ങനെയാണ് പറയണത്? നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അപ്പം ഭക്ഷിക്കുക, അധ്വാനിച്ച് ഭക്ഷിക്കാനാണ് പറയണല്ലേ? ഉൽപ്പത്തി 3:19 നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അപ്പം ഭക്ഷിക്കുക. ബൈബിൾ തീരാൻ നേരത്തെ അത് തന്നെ പറയും, അധ്വാനിക്കാത്തവൻ ഭക്ഷിക്കാതിരിക്കട്ടെ എന്ന് പറയും. 2 തിമോത്തി 3:10 അധ്വാനിക്കാത്തവൻ ഭക്ഷിക്കാതിരിക്കട്ടെ. ഇതിൻ്റെ അകത്ത് 2 സ്ഥലത്ത് വെച്ച് ഈ ആദ്യം അവസാനം ഇതിൻ്റെ നടുക്ക് 2 സ്ഥലത്ത് വെച്ച് ബൈബിൾ പറയും അധ്വാനിക്കണ്ട, ഞാൻ സഹായിക്കാമെന്ന് പറയും. അതെവിടെയാ? ജോഷുവ 24:13. ജോഷുവ 24:13 എന്താ പറയണത്? നിങ്ങൾ പണിയാത്ത പട്ടണങ്ങളും നിങ്ങൾ നട്ടുപിടിപ്പിക്കാത്ത പാടശേഖരങ്ങളും ഞാൻ നിങ്ങൾക്ക് തരും. അത് വെളിപാടാ, അത് വാഗ്ദാനമാണ്. ഞാൻ എപ്പോഴും നോക്കണം, എന്താ അറിയാവോ? വാഗ്ദാനങ്ങളാണ്. കർത്താവ് വചനം എന്താണ്? വചനം എന്ന് പറഞ്ഞാൽ എന്താണ്? വാക്കിൻ്റെ ദാനമല്ലേ അല്ലേ? ദൈവത്തിൻ്റെ വാഗ്ദാനം. ദൈവം ആരാണ്? യാക്കോബിൻ്റെ ദൈവം, ഇസ്ഹാക്കിൻ്റെ ദൈവം, എബ്രഹാമിൻ്റെ ദൈവം, പിതാക്കന്മാരുടെ ദൈവം ആരാണ്? വാഗ്ദാനങ്ങൾ വിശ്വസ്തനാണ്. ദൈവവചനം വായിക്കുമ്പോഴേ കർത്താവെ ഈ വാഗ്ദാനങ്ങൾ വിശ്വസിച്ചുകൊണ്ടാണ് നമ്മൾ വാഗ്ദാനം പാലിക്കണം, വാഗ്ദാനത്തെ അനുഭവിക്കണത്. എന്താ പറഞ്ഞിരിക്കണത്? നിങ്ങൾ പണിയാത്ത പട്ടണങ്ങൾ ഞാൻ നിനക്ക് തരുമെന്ന്. നിങ്ങൾ വെച്ചുപിടിപ്പിക്കാത്ത മുന്തിരിത്തോട്ടങ്ങൾ ഞാൻ നിനക്ക് തരുമെന്ന്. എൻ്റെ അർത്ഥം എന്താ മക്കളെ? എൻ്റെ അർത്ഥം എന്താ? നമ്മൾ എത്ര അധ്വാനിച്ചാലും ചില കാര്യങ്ങൾ, നമ്മുടെ കാര്യം ചില കാര്യങ്ങൾ നടക്കത്തില്ല. ഉറപ്പാണ്? ഉറപ്പല്ലേ? ഇപ്പം ഇന്നാൾ 3 പെമ്മക്കളൊരു അപ്പം വന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ വീടിൻ്റെ കാര്യങ്ങളൊക്കെയാണ് പറയണത്. വീടില്ല, കടമാണെന്നൊക്കെ പറയണത്. ഞാനാണ് അങ്ങോട്ട് ചോദിച്ച് ഒരു പെമ്മക്കളുണ്ട്, അവിടെ ഒരു പെങ്ങളുണ്ട്, അവിടെ കല്യാണം നടന്ന അപ്പം പറഞ്ഞു. പിന്നെ കടത്തിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്ത് പെമ്മക്കളെ കെട്ടിച്ചതിൻ്റെ പേരിലുണ്ടായിരുന്ന കടമാണെന്ന്.
അപ്പം ചോദിച്ച് പിടിച്ചൊക്കെ വന്നപ്പോഴാണ് വേറെ 2 പെൺമക്കളുണ്ട്. മൂത്തോളെ കെട്ടിച്ചപ്പോൾ തന്നെ ഇത്രയും കടവായി. പെരയും അത്ര നല്ല കണ്ടീഷനല്ല. ആ 2 പെൺമക്കൾ, ബാക്കിയുള്ള 2 പെൺമക്കളെ എങ്ങനെ കെട്ടിക്കും? അദ്ദേഹത്തിന് അതിനുള്ള ഐഡിയ ഇല്ല. അവർ കെട്ടപ്രായമാകുമ്പോൾ താൻ മരിച്ചു പോകുന്നതാണ് പുള്ളി വിചാരിക്കണത്. അപ്പം പിന്നെ പ്രശ്നം തീർന്നില്ല. അല്ല, അങ്ങനെയാണ്. അത് ചിന്തിച്ചിട്ടില്ല. അതിനെക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ടിയുള്ള കപ്പാസിറ്റി ഇല്ല അയാൾക്ക്. ദൈവത്തിനറിയാം ഈ വിഷയം. കാര്യം നിൻ്റെ കഴിവിൻ്റെ അപ്പുറത്താണ് നിൻ്റെ ഉത്തരവാദിത്തങ്ങൾ കിടക്കണമെന്ന് പറഞ്ഞ മനസ്സിലായില്ലേ? നിൻ്റെ കഴിവിൻ്റെ അപ്പുറത്താണ് നിൻ്റെ ഉത്തരവാദിത്തങ്ങൾ കിടക്കണത്. നീ എങ്ങനെ, ചില ആൾക്കാരും മടുപ്പാണ്. എന്താ ചേട്ടാ പണിക്ക് പോണില്ലേ? പണിക്ക് പോണച്ചാ ബ്ലേഡുകാരന് എന്ത് കൊണ്ടുവന്നാലും ബ്ലേഡുകാരന് കൊടുക്കാനേ ഉള്ളൂ. അത് സത്യമായ കാര്യമാണ്. ചില പറയും എൻ്റെ അച്ഛാ, എൻ്റെ ഭർത്താവ് എപ്പോഴും കിടപ്പണച്ചാ, ഓരോ രോഗമാണ്. ഇന്ന് വയറുവേദനയെങ്കിൽ നാളെ തലപ്പോച്ചിൽ. പണിക്ക് പോകണില്ല അച്ഛാ, നല്ലവണ്ണം പണി ചെയ്ത ആളാണ്. ആ ചേട്ടനെ വിളിച്ചു ചോദിച്ചാൽ ചേട്ടൻ പറയും, എൻ്റെ അച്ഛാ പണിക്ക് പോകണതല്ല പ്രശ്നം, നമുക്ക് 10, 300, 700 കിട്ടിക്കഴിഞ്ഞാൽ 7000 രൂപയുടെ ബ്ലേഡാണ്, സന്ധ്യ ആകുമ്പോൾ എല്ലാം കൂടി വരും. അപ്പം മനുഷ്യൻ മടുത്ത് അതാ അങ്ങനെ മടുത്തിരിക്കുക. ദൈവത്തിലെ നീ മടുത്തു, സത്യമാണത്. ഒരു പക്ഷേ നിൻ്റെ ഇപ്പോഴത്തെ ബാധ്യതയും ഉത്തരവാദിത്തങ്ങളും ഈ ജന്മത്തിൽ നിനക്ക് അധ്വാനിച്ച് കൈകാര്യം ചെയ്യാൻ പറ്റാത്തതാണ്. അതുകൊണ്ടാണ് നിൻ്റെ ദൈവം വാഗ്ദാനം പറഞ്ഞിരിക്കുന്നത്. എന്താ? നീ അധ്വാനിക്കാത്ത മുന്തിരിത്തോട്ടങ്ങളും പാടശേഖരങ്ങളും നീ പണിയാത്ത പട്ടണങ്ങളും ഞാൻ നിനക്ക് തരുമെന്ന്. കർത്താവിൻ്റെ കാലം വന്നപ്പോഴും അതിന് മാറ്റം വന്നില്ലല്ലോ. കർത്താവ് എന്താ പറയണത്? അന്യൻ്റെ അധ്വാനത്തിൽ നിന്നെ ഞാൻ പ്രവേശിപ്പിക്കുമെന്നല്ലേ. 4:38. യോഹന്നാൻ, നിങ്ങളെ വചനം വായിക്കണം. വചനം വായിച്ചിട്ട് ആ വചനം വിശ്വസിക്കുമ്പോൾ പല കാര്യങ്ങളും ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ നമ്മുടെ ഈ ജന്മത്ത് നമുക്ക് ചെയ്ത് ഒപ്പിക്കാൻ പറ്റണില്ല മക്കളെ. അത്ര കടങ്ങളും അത്ര രോഗങ്ങളുമാണ്. അതുകൊണ്ടാണ് കർത്താവ് ഈ വചനം പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിലെ എല്ലാം നീ തന്നെ ചെയ്യണ്ട. ഐ വിൽ ബി വിത്ത് യു അൺടു ദി ലാസ്റ്റ്. അന്ത്യം വരെ ഞാനുണ്ടാകും. അധ്വാനിക്കുന്നവനെ, ഭാരം വഹിക്കുന്നവനെ, നീ എൻ്റെ അടുത്ത് വരിക, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞാൽ ആ വാക്ക് പാലിക്കുന്നവനായതുകൊണ്ടാണ് തൻ്റെ ജീവിതത്തിലെ രക്തച്ചൊരിച്ചിലും ജീവൻ തന്നെ ത്യജിക്കേണ്ടി വന്നപ്പോഴും കർത്താവ് തൻ്റെ വചനത്തോടും തൻ്റെ ദൗത്യത്തോടും ആത്മാർത്ഥ പുലർത്തിയെങ്കിൽ എന്നോടും നിന്നോടും കർത്താവ് ആത്മാർത്ഥ പുലർത്തും. നീ വിശ്വസിക്കണം. ഇപ്പം 20 ലക്ഷം രൂപ കടമുണ്ടായി പിശാചത്തട്ടിപ്പിൽ കുടുങ്ങിയിട്ട് അവസാനം പോലീസുകാർ വീട്ടിൽ കയറി റെയ്ഡ് ചെയ്തപ്പോൾ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞാൽ അവർ ചേച്ചി ഇവിടെ വന്നത്. ഞാൻ പറഞ്ഞു ആത്മഹത്യ ചെയ്യണ കുഴപ്പമൊന്നുമില്ല, ആ മുമ്പിലൊരാളിരിപ്പുണ്ട്, അവിടെ പോയി പറയാൻ പറഞ്ഞു. കാര്യം അപ്പം എൻ്റെ മനസ്സിൽ മുമ്പിലിരിക്കുന്ന ആളിനെ കുറിച്ചാണ് ഓർമ്മ വന്നത്. കാര്യം അമ്മമാതാവ് പ്രത്യക്ഷപ്പെട്ടത് ഇവിടെയാണെങ്കിലും എൻ്റെ മനസ്സിൽ പെട്ടെന്ന് സാധാരണ പണ്ട് പോലെ കൃപാസം തുടങ്ങിയ കാലം പോലെ പറഞ്ഞു കൊടുക്കുന്ന ഒരു വഴിയായിരുന്നു. കൃപാസം തുടങ്ങിയ കാലത്ത് അമ്മേനാണ് പ്രതിഷ്ഠിച്ച് വെച്ചത്. അതിൻ്റെ ഓർമ്മയ്ക്കാണ് റാലി നടത്തണം. ഇപ്പോൾ നമ്മൾ അമ്മയെ ഇവിടെ പ്രതിഷ്ഠിച്ചതിൻ്റെ ഓർമ്മയ്ക്കാണ് എല്ലാ ഒക്ടോബർ മാസം 25-ാം തീയതി ആകുമ്പോൾ റാലി നടത്തുന്നത്. അപ്പോൾ ആദ്യം ഇവിടെ തരിശായി കിടന്ന കാലത്ത്, ചേരപ്പാമ്പ് കയറി കിടന്ന കാലത്ത് അമ്മയുടെ രൂപം മാത്രമേ ആസ്തി ഉണ്ടായിരുന്നുള്ളൂ. അതിന് മുതൽ അവളെ സ്വന്തം ആശിഷ്യൻ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ച പോലെയാണ് ഈ തരിശു ഭൂമിയിൽ അമ്മയെ സ്വീകരിച്ചിട്ടാണ് അമ്മ നിങ്ങളെല്ലാവരെയും കൊണ്ടുവന്നത്. നിങ്ങളെല്ലാവരെയും ഈശോയോട് പറഞ്ഞുകൊണ്ട് അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പം ചേടത്തി അവിടെ പോയി ഒന്ന് പ്രാർത്ഥിച്ച്. അപ്പോൾ അവളുടെ അമ്മ 5000 രൂപ കൊടുത്ത്, മകളെ പോലീസുകാർ നമ്മുടെ വീട്ടിൽ കയറി നിറങ്ങി, നീ ഒരു വിസാക്കള്ളിയായിട്ട് നാട്ടിൽ അറിയപ്പെടണം, നമ്മൾക്ക് ആപ്പടെ പട്ടിണിയാണെങ്കിൽ നമുക്കുള്ളത് മാനമാണ്, അതും കൂടി പോയിക്കൊണ്ടിരിക്കണം, എവിടെയെങ്കിലും പോയി എൻ്റെ മകൾ രക്ഷപ്പെടാൻ പറഞ്ഞു. അമ്മനെയും വിളിച്ചുകൊണ്ട് 5000 രൂപയും മേടിച്ചിട്ട് ഒറ്റ വിടല. പിന്നെ ഇവിടെ വരുന്ന സാക്ഷ്യം പറയാനാണ്. 3 തുണിക്കടയും ഉണ്ടാക്കി 20 ലക്ഷം രൂപയുടെ കടവും വീട്ടിയതിന് ശേഷമാണ് ഇവിടെ സാക്ഷ്യം പറയണത്. അധ്വാനിക്കാത്തത് ഞാൻ നിനക്ക് അവകാശമാക്കുമെന്ന് കർത്താവും പറഞ്ഞു. അന്യൻ്റെ അധ്വാനത്തിലേക്ക് നിന്നെ പ്രവേശിപ്പിച്ചെന്ന് എന്ന് വെച്ചാൽ കർത്താവും കൂടെ അധ്വാനിച്ചെന്ന് എൻ്റെ അർത്ഥം. ആരോടും കടം മേടിച്ചില്ല, ആരെയും പറ്റിച്ചില്ല, സ്വന്തം കൈകൊണ്ട് തന്നെ അധ്വാനിച്ചിട്ടാണ് അവൾ കടം വീട്ടിയിട്ട് ഇവിടെ സാക്ഷ്യം പറഞ്ഞത്. അതിന് 1 കൊല്ലം എടുത്തതേ ഉള്ളൂ, 1 കൊല്ലം. അതിൻ്റെ അർത്ഥം എന്താണ്? 20 ലക്ഷം രൂപ കടവും ചീത്തപ്പേരുമാണെങ്കിലും ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നിന്നെ നിലനിർത്താനുള്ള വചനങ്ങളുണ്ട്, വാഗ്ദാനങ്ങൾ. അവൻ വിശ്വസ്തനാണ്. സുദ്ഗിട ഹല്ലേലൂയ, യേശു സ്തോത്രം, ഹല്ലേലൂയ 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 സുദ്ഗിട ഹല്ലേലൂയ 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 ഹല്ലേലൂയ.
ചെയ്തവൻ കൈയടിച്ചു വാക്കുമാറുമോ? വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? ഇല്ല ഇല്ല ഒരിക്കലുമില്ല, ഇല്ല ഇല്ല ഒരിക്കലുമില്ല. അവൻ വാക്കുമാറുകില്ല, അവൻ വാക്കുമാറുകില്ല. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധന സ്തുതിയും പുകഴ്ചയും. അതുകൊണ്ട് ആദ്യം അച്ഛൻ പറഞ്ഞ അവസാനം ആവർത്തിക്കുക. എന്താണ്? എൻ്റെ മക്കള് ഓരോ വാക്കിലും ഓരോ പ്രവൃത്തിയിലും കർത്താവിനോട് പറയണം, കർത്താവെ ഞാനിത് ചെയ്യുന്ന കാരുണ്യപ്രവൃത്തിയായാലും ഞാൻ ഇത് ചെയ്യുന്ന പ്രേക്ഷിത പ്രവൃത്തിയായാലും ഞാൻ നിന്നോടുള്ള സ്നേഹത്തിലാണ് ചെയ്യണത്. 10 മനുഷ്യരെ നിന്നെ അറിയണം. 10 മനുഷ്യർ. എന്തുകൊണ്ടാണ് ഈ ലോകത്ത് ഇവിടെ മാത്രം അമ്മ പ്രത്യക്ഷപ്പെട്ടതെന്ന് ഞാൻ ചിന്തിക്കും. കാര്യം ഞാൻ തന്നെ എൻ്റെ കണ്ണുകൊണ്ട് എന്നേക്കാൾ വിശുദ്ധന്മാരും അച്ഛന്മാരും ഒത്തിരി കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അമ്മയോട് ചോദിക്കും, അമ്മേ എനിക്ക് മാത്രമേ. അപ്പോൾ എനിക്ക് ഏറ്റവും വിസ്മയം തോന്നുന്നത് ജോൺ പോളാണ് ഭൂമിയിൽ അമ്മയുടെ ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ആൾ. ജോൺ പോൾ മാർപ്പാപ്പ അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് തന്നെയാണ് അമ്മ ഇവിടെ പ്രത്യക്ഷപ്പെട്ടത്. എന്താ മക്കൾക്ക് കാര്യം അറിയാവോ? കർത്താവിനെ സ്നേഹിക്കുമ്പോഴേ അവനെ എല്ലാവരും അറിയണം. എല്ലാവരും അവൻ്റെ രക്തത്തിൻ്റെ വില അറിഞ്ഞുകൊണ്ട് ആത്മാക്കൾ വീണ്ടെടുക്കപ്പെടണം. എല്ലാവർക്കും നിത്യജീവൻ കിട്ടണമെന്ന് 10-30 കൊല്ലമായി ആഗ്രഹിച്ച് അടക്കിയാൻ. ആ ആഗ്രഹമാണ് മനസ്സിൽ രാത്രിയും പകലും ഉള്ളത്. അതിനു വേണ്ടിയുള്ള ഭ്രാന്ത വ്യഗ്രതകളാണ് ഓരോ സുവിശേഷ വേലയിലും ചെയ്തു കൂട്ടിയത്. ദൈവത്തിന് ആത്മാർത്ഥമുള്ളത് കൊണ്ടും ദൈവം നമ്മുടെ ആത്മാർത്ഥം അറിയുന്നത് കൊണ്ടുമാണ് അമ്മ നേരിട്ട് പ്രത്യക്ഷപ്പെട്ട മണ്ണിലേക്ക് തന്നെയാണ് നിന്നെയും കൊണ്ടുവന്നിരിക്കണമെങ്കിൽ എൻ്റെ ദൈവവേദനയെ ഇന്നല്ലെങ്കിൽ നാളെ ഇവിടുന്ന് സന്തോഷിച്ച് അനേക ആയിരങ്ങൾക്ക് മുമ്പ് സാക്ഷിയായി നീ ഇവിടുന്ന് ആർപ്പ് വിളിച്ചു പോകും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ, സ്തോത്ര ദൈവമേ, സ്തുതിക്കുന്ന കർത്താവേ, ആരാധിക്കുന്ന ദൈവമേ, മഹത്വപ്പെടുത്തുന്ന കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. എഴുന്നേൽക്കട്ടെ. എല്ലാവരും എഴുന്നേൽക്കട്ടെ. മക്കളെ, ക്യാൻസർ രോഗങ്ങൾ, അതുപോലെ തന്നെ പലതരത്തിലുള്ള ഗുരുതരമായ വ്യാധികളും രോഗങ്ങളും ഒക്കെയാണ്. സുഖപ്പെട്ടതിൻ്റെ സാക്ഷ്യങ്ങളാണ് മക്കൾ ഇവിടെ നമ്മൾ കേട്ടത്. അത് തന്നെ ഇനിയും സംഭവിക്കും. നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളെയും നിങ്ങളുടെ എല്ലാ പോരായ്മകളെയും നിങ്ങളുടെ എല്ലാ തികയാതെ വരുന്ന അവസ്ഥയും ബൈബിൾ എന്താ പറയണത്? അവിടെ വീഞ്ഞ് തികയാതെ വന്നതുകൊണ്ട് മനുഷ്യരാശിയിലെ കുടുംബജീവിതത്തിലെ എന്തെങ്കിലുമൊക്കെ തികയാതെ വരുമെന്ന് ദൈവത്തിന് അറിയാം. തികയാതെ വരുന്ന എല്ലാ കാര്യങ്ങളും തികയാതെ തന്നെ പോകേണ്ടതല്ല, അതെല്ലാം തികച്ചിട്ട് മുന്നോട്ട് പോകേണ്ടതാണ്. അങ്ങനെ തികക്കാൻ വേണ്ടിയാണ് അമ്മയെ ദൈവം നമുക്ക് തന്നത്. ആ അമ്മയുടെ മധ്യസ്ഥതയിലാണ്, ഈശോയുടെ നാമത്തിലാണ് ഉടമ്പടി ചെയ്തിരിക്കുന്നത്. ഉടമ്പടി ചെയ്ത എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഓർക്കുക, എന്നിട്ട് എല്ലാത്തിനും സാക്ഷ്യം പറയാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, ഞാൻ ഉടമ്പടി ചെയ്ത എല്ലാ കാര്യങ്ങളെക്കുറിച്ചും എത്രയും വേഗം അങ്ങയുടെ സന്നിധാനത്തില് അനേക മക്കളുടെ മുമ്പില് വിശ്വാസത്തിന്റെ സാക്ഷിയാകാൻ എന്നെ സഹായിക്കണമേ. എന്റെ കഴിവിന്റെ അപ്പുറത്ത് വരുന്ന എല്ലാ കാര്യങ്ങളും നീ തന്നെ നിന്റെ അമ്മ വഴി പരിഹരിക്കുമെന്ന് വചനത്തില് കേട്ട് മനസ്സിലാക്കി വിശ്വസിച്ചിറങ്ങുമ്പോഴേ കർത്താവേ നിന്നെ സ്നേഹിക്കാനുള്ള അഭിഷേകം ഇപ്പോൾ നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ഞങ്ങളങ്ങേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവിടുത്തെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, മഹോദര രോഗിയെ സുഖപ്പെടുത്തിയവനെ, മഹോദര രോഗിയെ സുഖപ്പെടുത്തിയവനെ, അങ്ങയുടെ വിശുദ്ധമായ വലതുകരം, അങ്ങയുടെ വിശുദ്ധമായ വലതുകരം എല്ലാ കരള് രോഗികളുടെയും കരളിനെ സ്പർശിക്കണമേ. എത്രയും വേഗം
ഇവിടെ അവർ സാക്ഷ്യം പറഞ്ഞ് നിന്നെ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കണമേ. കർത്താവേ, ഹൃദയരോഗികളെ സ്പർശിക്കണമേ. ഹൃദയവാൽവിന് കേടുപാടുള്ളവരെ, ചുരുങ്ങിപ്പോയവരെ സ്പർശിക്കണമേ. കിഡ്നി ചുരുങ്ങുന്നവരെ സ്പർശിക്കണമേ. കിഡ്നിയിൽ കല്ലുള്ളവരെ, പാൻക്രിയാസ് കല്ലുള്ളവരെ സ്പർശിക്കണമേ. ഉദരവേദനക്കാരെ, അൾസർ രോഗികളെ, അൾസർ രോഗികളെ, രക്തസ്രാവക്കാരികളെ, രക്തസ്രാവക്കാരികളെ സ്പർശിക്കണമേ. യേശുവിന്റെ നാമത്തിലെ മാരക രോഗങ്ങളെ, യേശുവിന്റെ നാമത്തിലെ തീരാവ്യാധികളെ മാറിപ്പോട്ടെ. ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, മാരക രോഗങ്ങള്, തീരാവ്യാധികള്, ക്യാൻസർ രോഗങ്ങള്, തൈറോയ്ഡ് രോഗങ്ങള്, കിഡ്നി രോഗങ്ങള്, ഹൃദയ സംബന്ധമായ രോഗങ്ങള്, ഹൃദയവാൽവിന് കുഴപ്പങ്ങളുള്ളവരെ, പ്രഗ്നൻസി കോംപ്ലിക്കേഷൻ ഉള്ളവരെ സമർപ്പിക്കുന്നു. മാറിയിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിയിടട്ടെ. രോഗമെല്ലാം മാറിയിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിയിടട്ടെ. തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ, തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. മക്കളെ, നമ്മളിപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് സാമ്പത്തിക ബാധ്യതയിരിക്കുന്നവരെ, കേസിലേപ്പെട്ടിരിക്കുന്നവരെ, അതുപോലെ തന്നെ ജാമ്യമില്ലാതെ കേസകത്ത് ജയിലിൽ കിടക്കുന്നവരെ. കാര്യം അങ്ങനെ പറയാൻ കാരണം ഇങ്ങനെ കുറേ പുതിയ പുതിയ സാക്ഷ്യങ്ങൾ നമ്മൾ ഉടമ്പടി കേൾക്കുന്നുണ്ട്. എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നുന്നുണ്ട്. കാര്യം ദൈവത്തിന് മാത്രം ഇറങ്ങിച്ചെന്ന് സഹായിക്കാൻ പറ്റുന്ന കുറേ മേഖലകൾ പരിശുദ്ധാത്മ വഴി വെളിപ്പെടുത്തുന്നുണ്ട്. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, ഭവനരഹിതരെ, കർത്താവെ സ്ഥലമില്ലാത്തവരെ, കർത്താവെ ജോലി ഇല്ലാത്തവരെ, ജോലി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നവരെ, വരുമാന മാർഗം ഒന്നുമില്ലാത്തവരെ കർത്താവെ സ്പർശിക്കണമേ. ഈ ഒരു മാസത്തിനുള്ളിലെ ഇവിടെ വന്ന് വിടുതൽ പ്രാപിച്ച് സാക്ഷ്യം പറയാൻ സഹായിക്കണമേ. യേശുവിന്റെ നാമത്തിലെ, യേശുവിന്റെ നാമത്തിലെ കടങ്ങൾ പരിഹരിക്കുന്നതിന് വഴികള് തെളിഞ്ഞ് ലഭിക്കട്ടെ. മാരക രോഗങ്ങള്, തീരാവ്യാധികള്, മക്കളില്ലാത്ത അവസ്ഥകള് യേശുവിന്റെ നാമത്തിലെ മാറിപ്പോട്ടെ. ഹല്ലേലൂയ. വിടുതലിൻ ആത്മാവേ കരങ്ങളടിച്ചുകൊണ്ട് അഗ്നിതൻ അഭിഷേകമായി പടരണമേ. വിടുതലിൻ ആത്മാവേ നിറയണമേ. അഗ്നിതൻ അഭിഷേകമായി പടരണമേ. ചാമ്പലാക്കണമേ, കൃപയാൽ ജ്വലിപ്പിക്കണേ. പാപമെല്ലാം ചാമ്പലാക്കണമേ, കൃപയാൽ ജ്വലിപ്പിക്കണേ. ഓ അഭിഷേകമേ, ഓ അഭിഷേകമേ, കാറ്റായി വീശണമേ, തീക്കാറ്റായി വീശണമേ. ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, കാറ്റായി വീശണമേ, തീക്കാറ്റായി വീശണമേ. കർത്താവായ ദൈവമേ, പഠിക്കുന്ന മക്കള്, പഠിക്കാൻ മടിയുള്ള മക്കള്, പഠിച്ചിട്ട് മനസ്സിലാവാത്തവരെ, പരീക്ഷയെ തോറ്റുപോയവരെ, റീവാലുവേഷൻ കൊടുത്തിട്ടുള്ളവരെ, നൈപുണ്യ പരീക്ഷകള്, മത്സര പരീക്ഷകള്, ഉദ്യോഗ പരീക്ഷകള് എഴുതിയിട്ടുള്ളവരെ, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരെ പരിശുദ്ധ അമ്മയുടെ നാമത്തിലെ ഈ നിമിഷം അനുഗ്രഹം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, കരങ്ങൾ വീശി കാറ്റായി വീശണമേ, തീക്കാറ്റായി
പരമദിവ്യകാരുണ്യത്തിന്, നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, നേരവും ആരാധനയും സ്തുതിയും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, അവസാനമായി നമ്മുടെ മത്സ്യത്തൊഴിലാളി സഹോദരങ്ങൾ ഈ ആരാധന പാരമ്പര്യമായിട്ട് അവരുടെ കൂട്ടായ്മയുടെ ആരാധനയായിരുന്നു. ഇപ്പോൾ ഉടമ്പടി പ്രാർത്ഥനയിൽ അനേകം മക്കൾ പ്രാർത്ഥനയുടെ ആവശ്യം വന്നപ്പോഴാണ് നമ്മൾ അത് ഒരുമിച്ചാക്കിയത്. അപ്പോഴേ പക്ഷേ മെച്ചമായത്. കാര്യം മത്സ്യത്തൊഴിലാളി സഹോദരങ്ങൾക്ക് അവരുടെ മാത്രം പ്രാർത്ഥനയല്ല, മറ്റുള്ളവരുടെ പ്രാർത്ഥന കൂടി അവരുടെ കുടുംബത്തിന് വേണ്ടി ലഭിക്കുന്നത്. ഇതിൻ്റെ പ്രശ്നമെന്ന് പറയുന്നത് നമ്മുടെ കുടുംബങ്ങളെക്കാൾ വ്യത്യസ്തമാണ് ഇവരുടെ കുടുംബങ്ങൾ. കാര്യം ഇവരുടെ കുടുംബങ്ങൾ ഒരു വള്ളം രക്ഷപ്പെട്ടാൽ 40 കുടുംബങ്ങളെ രക്ഷപ്പെടും. അതുകൊണ്ട് ഒരു വള്ളത്തിന് പണിയില്ല എന്നുണ്ടെങ്കിൽ, ഒരു ബോട്ട് പണിയില്ലെങ്കിൽ 40 കുടുംബങ്ങൾ പട്ടിണിയാകും. ഇപ്പം നമ്മളൊക്കെ അനേകം മക്കൾ ഇവിടെ കർത്താവിന് തിരുസേനയിൽ നിൽക്കുക. നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കും. കർത്താവായ ദൈവമേ, 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേര്, 7 അപ്പവും ഏതാനും മത്സ്യങ്ങളും കൊണ്ട് 4000 പേരെ സംതൃപ്തരാക്കിയ സർവശക്തനും കാരുണ്യമായ ദൈവമേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. നിത്യം കന്യകയും നിന്റെയും ഞങ്ങളുടെയും അമ്മയുമായ പരിശുദ്ധ കന്യാമറിയത്തിന്റെയും മീൻപിടുത്തക്കാരായ വിശ്രുത ശ്രീഹന്മാരുടെയും സംരക്ഷണത്തിലെ ഞങ്ങളുടെ വള്ളത്തിനെയും വലയെയും യന്ത്രത്തെയും തൊഴിലാളികളെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. സ്നേഹനിധിയും സകലത്തെയും പരിപാലിക്കുന്നതിനുമായ നല്ല ദൈവമേ, അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ നടത്തുന്ന ഈ ആരാധനയുടെ ഫലമായി ഞങ്ങൾക്ക് സമർത്ഥമായ മത്സ്യവിള നൽകുകയും ഞങ്ങളെ സമാധാനത്തിൽ നയിക്കുകയും ചെയ്യണമേ. സൂര്യയുടെ കർത്താവായ ദൈവമേ, കടലിലെ ആശീർവദിക്കണമേ. എല്ലാ മത്സ്യത്തൊഴിലാളികളെയും ആശീർവദിക്കണമേ. അവിടെ വല്ലകളെയും വള്ളങ്ങളെയും ബോട്ടുകളെയും ആശീർവദിക്കുന്നവർ നന്ദി പറയുന്നു. എല്ലാ തൊഴിലാളികളെയും ആശീർവദിക്കണമേ. എല്ലാ തൊഴിൽ മേഖലകളെയും ആശീർവദിക്കണമേ. യേശുവേ ആരാധന. ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, കാറ്റായി വീശണമേ, തീ കാറ്റായി വീശണമേ. ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, കാറ്റായി വീശണമേ, തീ കാറ്റായി വീശണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് കർത്താവായ ദൈവമേ, മീനുടെ കടലിലേക്ക് വള്ളത്തിന്റെ ബോട്ടിന്റെ തലയെ തിരിച്ചു വിടണമേ. വയലിലേക്ക് മത്സ്യങ്ങളെ ആകർഷിക്കണമേ. വലയിൽ ഉൾക്കൊള്ളുന്ന മത്സ്യങ്ങളെ വൈത്തരയിൽ ബന്ധിക്കണമേ. പന്നിയും പാറയും പുറ്റും മുതലായ നശീകരണ ബാധകളിൽ നിന്ന്, ഉടക്കിൽ നിന്ന്, ഒഴുക്കിൽ നിന്ന്, കാറ്റിൽ നിന്ന്, കോളിൽ നിന്ന് ഞങ്ങളും ഞങ്ങളുടെ തൊഴിലാളികളും യേശുനാമത്തിൽ സംരക്ഷിക്കപ്പെടട്ടെ. തിരുക്കരത്താൽ താങ്ങി എന്നെ തിരുരക്തത്താൽ കഴുകണമേ. തിരുക്കരത്താൽ താങ്ങി എന്നെ തിരുരക്തത്താൽ കഴുകണമേ. പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ യേശുവിൻ രക്തം